ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മുടെ ധ്യാനൂട്ടൻ വലിയ രീതിയിൽ എയറിൽ കയറി എന്നല്ല പറയേണ്ടത്, സ്വയം സ്വന്തം ജീവൻ കുഴി തോണ്ടി എന്നൊക്കെ പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഈ ധ്യാന് നമ്മുടെ വിനീതൊക്കെ ചെന്നൈ ബേസ്ഡ് ആയിട്ടാണ് വളർന്നതും അവിടെയൊക്കെ അവർ ഇടക്കിടക്ക് പോകുന്നതാണ്. എനിക്ക് തോന്നുന്നു വിനീതെല്ലാം താമസിക്കുന്നത് പോലും ചെന്നൈയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു സിനിമയുടെ പ്രൊമോഷൻ, അതിൽ ആരൊക്കെ പങ്കെടുത്തു എന്നുള്ള കാര്യം ആദ്യം ഞാൻ ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതൊന്നും കൂടി കൊടുക്കാം, ഇപ്പം കൊടുക്കാം. അജു വർഗീസിന്റെ ക്ലിപ്പ് കൊടുക്കാം, അത് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. CM സാർ, വിജയ് സാർ, എന്താ കൂട്ടുകാരൻ എങ്ങനെ പറയുന്നത്, നൻപൻ. നൻപനുക്ക് പൈത്യം, അതിനാൽ എനിക്ക് ഒന്നുമേ പണ്ണ മുടിയാതെ നിങ്ങൾ മന്നിച്ചെടുക്കുക. താങ്ക് യു. ഈ കാരണങ്ങൾ ധ്യാൻ പറഞ്ഞ കാരണം. അപ്പൊ നിങ്ങൾ ആ ക്ലിപ്പ് കണ്ടല്ലോ, ഫ്രണ്ടിന് വട്ടാണ് എന്നുള്ള കാര്യമാണ് അജു പറഞ്ഞത്. തടി തപ്പുകയാണ് അജു വർഗീസ് സ്മാർട്ട്ലി അപ്പം തന്നെ ചെയ്തത്. അപ്പം തന്നെ അജു വർഗീസിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. വേറെയും സംഭവമുണ്ട്, ഇതിന്റെ റീസൺ എന്താണെന്നുള്ള കാര്യം കുറേ പേര് അറിഞ്ഞിട്ടുണ്ടാവില്ല. ധ്യാന് നമ്മുടെ CM വിജയിനെ വലിയ രീതിയിൽ അപമാനിച്ചു എന്ന് പറയേണ്ടി വരും. വെറുതെ എന്തെങ്കിലും സിനിമയുടെ ജോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് അടിക്കുന്നത് പോലെയല്ല. ഒരാള് ഇന്ത്യൻ ഡെമോക്രസിയുടെ എല്ലാം പാലിച്ചുകൊണ്ട് ഇലക്ഷനിൽ നിന്ന് ജയിച്ചിട്ടുള്ള, മാന്യമായി ജയിച്ചിട്ടുള്ള ഒരാളെ കൊണ്ട് തോന്നിയാസം പറയരുത് ധ്യാനെ. ധ്യാൻ എന്താ പറഞ്ഞത്? അമ്മയുടെ പ്രസിഡന്റായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ കുറച്ച് കാലം ഞാൻ ചാരിറ്റി ഒക്കെ ചെയ്യും എന്നിട്ട് പറ്റിച്ച പോലെ അതിൻ്റെ ഇടയിൽ വിജയുടെ പേര് പറഞ്ഞിരിക്കുക, തൃഷയുടെ പേര് പറഞ്ഞിരിക്കുക. എന്തിൻ്റെ ആവശ്യമാണ് അവിടെ ഉള്ളത്? അതൊരു വളിച്ച കോമഡി മാത്രമല്ല, വേറെ സ്റ്റേറ്റിലുള്ള ഇവരെ ആരാധിക്കുന്ന അല്ലെങ്കിൽ അവരെ വിശ്വസിച്ച് തിരഞ്ഞെടുത്തിരിക്കുന്ന CM ആയിട്ടുള്ള ആൾക്കാർക്ക് പൊള്ളും. അപ്പം അത് അനുഭവിക്കേണ്ടി വരും. ഇനിയിപ്പം തമിഴ്നാട്ടിലേക്ക് കാല് പിടിച്ച് വിജയിൻ്റെ കാല് പിടിക്കാതെ അങ്ങോട്ടേക്ക് കയറി ചെന്ന് നിവർന്ന് റോട്ടിലൂടെ നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അതിനുള്ള ധൈര്യം ധ്യാൻ കാണിച്ച സല്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഒന്ന് പോയി നടന്നു നോക്കിയാൽ മതി. എന്തായാലും കിട്ടേണ്ട പണി ചോദിച്ചു വാങ്ങിച്ചു എന്നൊക്കെ പറയേണ്ടി വരും. അതുപോലെയുള്ള രീതിയിൽ പണി ചോദിച്ചെടുത്തിരിക്കുകയാണ് ധ്യാന്. അപ്പോൾ അതിൻ്റെ റീസൺ ഫോർ ദിസ് ഹേറ്റർ ന്യൂസിലെല്ലാം വന്നിട്ടുണ്ട്, തമിഴ്നാട്ടിലുള്ള ന്യൂസിലും കാര്യങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഇളകിയിട്ടുണ്ട്. വെറുതെ ഇവിടെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും അജു വർഗീസിൻ്റെ അടുത്ത് വളിപ്പടിക്കുന്നത് പോലെ, പൊട്ടപ്പടവ് എടുത്ത് വളിപ്പടിക്കുന്ന പോലെ വെറുതെ വേണ്ടാത്ത കാര്യത്തിൽ പോയി പറഞ്ഞാൽ അനുഭവിക്കേണ്ടി വരും. എന്തായാലും നമുക്ക് ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായെന്ന് നമുക്ക് എന്തായാലും നോക്കാം. ലാസ്റ്റ് വീണ്ടും നവ്യയിലേക്ക് പറയുമ്പോൾ ദൈവം ചില ആഗ്രഹങ്ങൾ അവസാനത്തേക്ക് ചിലപ്പോൾ മാറ്റിവെക്കുന്നു പറഞ്ഞ പോലെ നവ്യ, എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ എൻ്റെ ഇന്റർവ്യൂ ജീവിതം തുടങ്ങിയ കാലം മുഴുവൻ തുടങ്ങുന്നത് ആ ഒരു ഇതിലാണ്, നവ്യയോടുള്ള ഇഷ്ടം പറഞ്ഞുകൊണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു അതിനുശേഷം നവ്യ കല്യാണം കഴിച്ചു. നവ്യക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാനുള്ള മകനായി എന്നിട്ടാണ് ഞങ്ങൾ അവസാനം ഒരുമിക്കുന്നത്. എന്നാൽ പോലും ഞാൻ പറയുന്നു, ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി എടുത്ത് ആ ഫ്രണ്ട് റോയിൽ കണ്ണ് നിറഞ്ഞുകൊണ്ട് നവ്യ ഉണ്ടാവും. അമ്മയുടെ പ്രസിഡന്റ് ആവുമ്പോഴല്ല, CM ആവുമ്പോൾ വന്നാൽ മതി. കണ്ണ് നനച്ചുകൊണ്ട് നവ്യ ഉണ്ടാവും എന്നുള്ള എല്ലാ പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇത് ഇവിടെ ധ്യാന് തൊടാതെ തൊട്ടിരിക്കുകയാണ്. കാരണം തൃഷ അവിടെ വന്നിട്ടുണ്ടല്ലോ, അതും ഒരു കോമഡിയുടെ രൂപമായിട്ട് എടുത്തു വച്ചിരിക്കും, തള്ളി, അത്ര തന്നെ. തമിഴ്നാട്ടിലൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ വലിയ സംഭവമാണ് ഇവർക്ക്. അല്ലാതെ കേരളത്തിൽ ഏതെങ്കിലും ഒരു സിനിമാ നടൻ CM ആവും തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു സിനിമാ നടൻ CM ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും കാലം ഇതിന് മുന്നേ ആയിട്ടുണ്ടെങ്കിൽ അത്രയും അവരവരെ കാര്യമായിട്ട് കാണും. അപ്പോൾ ഇതുമാതിരിയുള്ള അലമ്പ് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിക്കേണ്ടി വരും. വേറെ ക്ലിപ്പുണ്ട്, വിജയിനെ കൊണ്ട് പറഞ്ഞ ക്ലിപ്പ്, അത് നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. நான் முதலமைச்சராக பதவியேற்கும் போது நீ புடவை கட்டி வர வேண்டும். மலையாள நடிகரின் பேச்சுக்கு விஜய் ரசிகர்கள் கடும் எதிர்ப்பு. திரைப்பட நிகழ்ச்சி ஒன்றில் பேசிய மலையாள நடிகர் தயான் சீனிவாசன் தான் முதலமைச்சராக பதவியேற்கும் போது புடவை கட்டி கொண்டு முன் வரிசையில் வந்து அமர்ந்து ஆனந்த கண்ணீர் வடிக்க வேண்டும் என நடிகை நவ்யா நாயரை நோக்கி கூறினார். இதனால் அந்த அரங்கத்தில் சிரிப்பலை ஏற்பட்டது. தமிழக முதலமைச்சராக விஜய் பொறுப்பேற்ற போது நடிகை த்ரிஷா
முன் வரிசையில் புடவையில் வந்து ஆனந்த கண்ணீர் வடித்த சம்பவத்தை தான் அவர் குறிப்பிடுகிறார் என நெட்டிசன்கள் விமர்சித்து வருகின்றனர். இதனால் விஜய் ரசிகர்கள் நடிகர் தயான் சீனிவாசன் மற்றும் நவ்யா நாயரை சமூக வலைதளத்தில் வறுத்தெடுத்து வருகின்றனர். ഗൈസ്, ഇത് ജയ പ്ലസ് ചാനലിലാണ് വന്നിരിക്കുന്നത്. വിജയിനെ കുറിച്ച് പറഞ്ഞ ക്ലിപ്പുകൾ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സ്കൂളായിട്ട് നിങ്ങൾക്ക് ആ സംഭവം കിട്ടും. ഞാനിതിപ്പം കണ്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സംഭവം നമ്മൾ അധികം നോട്ടീസ് ചെയ്തിട്ടായിരുന്നു. ഇപ്പം വൈറലായതിനു ശേഷമാണ് ഈ സംഭവം അറിഞ്ഞതും ഇതുമാതിരിയുള്ള സീനിലോട്ടേക്ക് ഇത് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലായതും. ധ്യാനൂട്ടൻ എന്തായാലും ഒന്ന് വേർക്കും, സിനിമ എന്തായാലും നന്നാവണില്ല. അതിലൂടെ ഇപ്പോൾ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് പോകുന്നതെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ സ്റ്റേജ് ഷോ ചെയ്യാൻ ഓസ്ട്രേലിയയിലോ മറ്റോ ഇരിക്കുകയാണ്. ഞാനൊന്ന് CM ആയാലോ. വിജയൊക്കെ എന്തായാലും ആയതല്ലേ. വിജയ് എവിടെ കിടക്കുന്നത്, താൻ എവിടെ കിടക്കുന്നു. അതിൻ്റെ ഇടയിൽ അങ്ങനെയുള്ള കുറേ വർത്താനമൊക്കെ പറയേണ്ടായിരുന്നു ധ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അനാവശ്യമായിട്ട് വിജയിനെ കൊണ്ടുവിടുന്ന കോൺട്രവേഴ്ഷ്യൽ ടോക്ക്, അതൊക്കെ എന്ത് ബോധത്തിലാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഇവർക്കൊക്കെ എന്തായാലും ചെന്നൈയിൽ കയറേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതുപോലുള്ള അനാവശ്യ സംസാരത്തിലേക്ക് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തൊക്കെയായാലും ഇതൊക്കെയാണ് ധ്യാനിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പം വരുന്ന ദിവസങ്ങളിൽ എന്തായിരിക്കും ധ്യാനിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് ന്യൂസിലൂടെ തന്നെ അറിയാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ.